ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ വീട്ടിലൊരു പട്ടാളക്കാരനുണ്ടോ? പുള്ളി അവധി കഴിഞ്ഞ് അതിർത്തിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയുള്ള പൊതിച്ചോറാണ് കൊണ്ടുപോകാറ്? ഒപ്പം പണ്ടെങ്ങാനും ജീവിച്ചിരുന്ന ഒരു പട്ടാളക്കാരൻ ഇപ്പോഴും അതിർത്തിയിൽ കാവൽ നിൽക്കുന്നുണ്ട്. ആ പട്ടാളക്കാരനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഇത് കഥയല്ല കേട്ടോ, ശരിക്കും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്, നിങ്ങൾക്കും കാണിച്ചു തരാം. അതിനു മുമ്പ് പട്ടാളക്കാർക്ക് പൊതിച്ചോറായി കൊണ്ടുപോകാൻ പറ്റുന്ന 2 കിടിലൻ റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കുടുംബത്തിൽ അച്ഛൻ, ഏട്ടൻ, ഫാദർ ഇൻ ലോ, കസിൻസ് അങ്ങനെ വിരലിലെണ്ണാൻ പറ്റാത്ത അത്രയും പട്ടാളക്കാരുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ കുരുമുളക്, ഉലുവ, വെളുത്ത എള്ള്, മല്ലി, നമ്മൾ കൊത്തമ്പാരി എന്ന് പറയും, പിന്നെ വറ്റൽമുളക്, പിന്നെ ജീരകവും കറിവേപ്പിലയും. ഇനി നിങ്ങൾ ഓർക്കും, എന്താ ഈ പട്ടാളക്കാരുടെ പൊതിച്ചോറിന് ഇത്ര പ്രത്യേകത എന്ന്? ഉണ്ട്. കാരണം അവർ മിക്കവാറും ട്രെയിനിലായിരിക്കും പോവുക. അത് 4-5 ദിവസം കഴിഞ്ഞ് മാത്രമേ അതിർത്തിയിലെത്തുള്ളൂ. കാരണം അവർക്ക് ട്രെയിനിന് ഫ്രീ വാറണ്ട് കിട്ടുമല്ലോ. ഇപ്പം 1 സൈഡ് ഫ്ലൈറ്റിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ പണ്ടൊക്കെ ഫ്ലൈറ്റിന് വരാൻ പറ്റില്ലായിരുന്നു, ട്രെയിനിന് മാത്രമേ വരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ പണ്ട് അവർക്ക് എപ്പോഴും നാട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ 4-5 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത് വേണം വരാൻ. അപ്പോൾ ട്രെയിനിലെ ഫുഡൊക്കെ തിന്ന് മടുത്തിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ മിക്കവാറും പട്ടാളക്കാർ പൊതിച്ചോറും കൊണ്ടാണ് പോവുക. 4-5 ദിവസത്തേക്ക് കേടാവാതെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കൊണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച ചേരുവയിൽ മഞ്ഞൾപ്പൊടിയും കായവും ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് മിക്സിയിൽ ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇത് ശരിക്കും കർണാടക സ്പെഷ്യലാണ് കേട്ടോ, ഈ 2 റെസിപ്പിയും. പക്ഷേ പട്ടാളക്കാർക്ക് എല്ലാവർക്കും പരസ്പരം എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പോൾ മിക്കവാറും ആൾക്കാർ കൊണ്ടുപോകുന്നതാണിത്. അറിയാത്തവർക്ക് ഇനി ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോകാം. പട്ടാളക്കാർക്ക് മാത്രമല്ല, നമുക്കും കൊണ്ടുപോകാം. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുക്കാം. അതുപോലെ ബാക്കി വന്ന ചോറ് പ്രിസർവ് ചെയ്യാനുള്ള പണ്ടത്തെ ആൾക്കാരുടെ ഒരു മെത്തേഡ് കൂടിയാണിത്. ഇനി ഇതാ ഒരു പിടി തേങ്ങയെടുത്ത് നന്നായി ഫ്രൈ ചെയ്ത് ഈർപ്പം മുഴുവൻ മാറ്റിയെടുത്തിട്ട് ഇതുപോലെ മാറ്റി വെക്കുക. ബ്രൗൺ കളർ ആവാൻ പാടില്ല കേട്ടോ. ഇനി അതേ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടലപ്പരിപ്പിടുക, കുറച്ച് നിലക്കടല ഇടുക, കുറച്ച് ഉഴുന്ന് പരിപ്പിടുക. ഞാൻ ഈ ഐറ്റത്തിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ. ഇതാണ് പുളിയോഗ്രെ. ഓക്കെ, കർണാടകയിലെ ആൾക്കാർ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും. അതുപോലെ തന്നെ ബാക്കി വന്ന ചോറ് പ്രിസർവ് ചെയ്ത് വെക്കുന്നതും ഈ പുളിയോഗ്രെ ഉണ്ടാക്കിക്കൊണ്ടാണ് കേട്ടോ. ഇനി അതൊന്ന് മൂക്കുമ്പോൾ അതിലേക്ക് കടുക്, കറിവേപ്പില അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ വറ്റൽമുളക് ഇടുക. ചിലർ അണ്ടിപ്പരിപ്പിടും, ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. വഴറ്റി കഴിഞ്ഞിട്ട് അത് മൂക്കുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങ ഇടാം. ഇനി തേങ്ങ നല്ല ഡ്രൈ ആയിട്ട് നമ്മളെ കൊപ്രയുടെ ആ തേങ്ങയാണെങ്കിൽ പിന്നെ അത് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പച്ചത്തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്തത്. എന്നിട്ടിത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതേ പാനിൽ തന്നെ പുളിവെള്ളം പിഴിഞ്ഞിട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഇടാം. ഞാൻ 2 സ്പൂൺ ശർക്കരയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അത് ഒന്നുകൂടി നന്നായിട്ട് കുറുക്കുക. 2 സ്പൂണ് ശർക്കര പൊടി ഇട്ടോ. അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി തിളക്കട്ടെ. ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ആ മസാല ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അതൊന്ന് കുറുകി വരുമ്പോൾ കരിയാൻ പാടില്ല കേട്ടോ, അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിങ്ങനെ കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രൗണ്ട് നട്ടും തേങ്ങയും ഒക്കെ ആക്കിയിട്ട് മാറ്റി വെച്ചില്ലേ, അതുകൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് വഴറ്റിയതാ ഏകദേശം. ഞാൻ അതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
ശരിക്കും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് പുളിയോഗ്രെ. നമുക്ക് ഈ പുളിയോഗ്രെ മസാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് അപ്പം ഉണ്ടാക്കിയാൽ മതി. അതുപോലെ ഈ പുളിയോഗ്രെ മസാല നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനും കിട്ടും. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി തീർന്നു. അപ്പോൾ ഇതാണ് ഈ മസാലയുടെ പരുവം. ഇനി നമുക്കിത് ഒരു ടിഫിൻ ബോക്സിൽ മാറ്റിയിട്ട് അടച്ച് കുറേ നാളത്തേക്ക് വെക്കാം, അല്ലെങ്കിൽ ബോട്ടിലിൽ വെക്കാം. അപ്പം കുറേ നാളത്തേക്ക് ഇത് മോശമാവാതെ തന്നെ പുറത്ത് വേണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം പോലുമില്ല. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചോറ്. നമ്മൾ പൊതിച്ചോറ് എന്നല്ലേ പറഞ്ഞത്. അപ്പം ആദ്യം അരി, പച്ചരിയാണ് വേണ്ടത് കേട്ടോ. അപ്പം അരി ആവശ്യത്തിന് എടുക്കുക. നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ അന്ന് തന്നെ ചോറ് ഇതുപോലെ ഉണ്ടാക്കുക. അല്ലാത്തയാണെങ്കിൽ തലേ ദിവസത്തെ ചോറ് നമുക്ക് എടുക്കാം. എന്തായാലും ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോടുകൂടി എടുക്കാൻ പാടില്ല. ഇതുണ്ടാക്കുമ്പോൾ ഒരു മീഡിയം ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇങ്ങനെ വലിയ പാത്രത്തിലിട്ട് നമുക്കതിൻ്റെ ചൂട് കുറക്കാം. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ പോകുമ്പോൾ നന്നായി തണുക്കണം. തണുത്തില്ലെങ്കിൽ ഫാനിൻ്റെ കീഴെ ഇട്ടിട്ട് നന്നായി തണുപ്പിക്കണം. അപ്പോൾ പുളിയോഗ്രയ്ക്ക് വേണ്ടിയിട്ട് ഇത് തണുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് ആദ്യം ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ 2 പച്ചമുളക്, അത് നന്നായിട്ട് അതിൽ ഞെരടുക. അതെ, ഞാൻ ലെമൺ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ ഇതുപോലെ തന്നെയാണോ ലെമൺ റൈസ് ഉണ്ടാക്കാറ് എന്ന് എനിക്കറിയില്ല. കർണാടകയിൽ ചിത്രാന എന്ന് പറയും. നമ്മുടെ നാട്ടിലിപ്പം സ്കൂൾ കുട്ടികളുടെയൊക്കെ മെനുവിലൊക്കെ ഞാൻ ലെമൺ റൈസ് കണ്ടു. പക്ഷെ പണ്ടൊന്നും നമ്മുടെ നാട്ടിൽ ലെമൺ റൈസ് ഉണ്ടായിരുന്നില്ല. ആകെ ഞാൻ കണ്ടിരുന്നത് ഇങ്ങനെ പട്ടാളക്കാരുടെ പൊതിച്ചോറിൽ മാത്രമായിരുന്നു കേട്ടോ. പിന്നെ ബാംഗ്ലൂർ വന്നപ്പോൾ അത് സർവ്വസാധാരണമായി. അപ്പോൾ നമ്മൾ ആ ലെമൺ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കറിവേപ്പിലിട്ട് ആ ചോറ് നന്നായിട്ട് കുഴച്ചവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് നിലക്കടല ഇടുക, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, കടുക്, നേരത്തെ കീറി വെച്ച പച്ചമുളകും പിന്നെ മുറിച്ച് വെച്ച ചെറിയുള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നിങ്ങൾ ലെമൺ റൈസ് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാറ്? സ്കൂൾ കുട്ടികൾക്കൊക്കെ ലെമൺ റൈസ് കിട്ടിത്തുടങ്ങിയോ? എന്താണ് അവിടുത്തെ വിശേഷം? അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നേരത്തെ തിരുമ്മി വെച്ച കറിവേപ്പിലയും നാരങ്ങയൊക്കെ ഇട്ട് തിരുമ്മി വെച്ചത് നന്നായിട്ട് ഇതിലിട്ട് വഴറ്റുക. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് വരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിത്രാന റെഡിയായി. ഹെൽത്തി ആയിട്ട് നമുക്ക് 2, 3, 4 ദിവസം വരെ കഴിക്കാവുന്നതാണ്. ഒന്നും മോശമാവില്ല. അപ്പോൾ ഇത് നല്ല ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാറുണ്ട് പട്ടാളക്കാർ. നല്ലൊരു സ്മെല്ലുമാണ് ആ നാരങ്ങയുടെ. ഇനി നമ്മൾ പുളിയോഗ്രെ ഫുൾ ഉണ്ടാക്കില്ലല്ലോ അല്ലേ? അപ്പോൾ ഇനി ബാക്കിയുള്ള ചോറിലേക്ക് ഈ പുളിയോഗ്രെ മസാലയിൽ നിന്ന് ഞാൻ 5 സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. ഇനി 5 സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്കത് മിക്സ് ചെയ്തിട്ട് പോരാ, മസാല കുറച്ചും കൂടി വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇതുപോലെ കുഴച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പുളിയോഗ്രയും റെഡിയായി. ഇതും നല്ല വാട്ടിയ ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കഥ, പട്ടാളക്കാരൻ്റെ കഥ. പണ്ടെങ്ങാനും ജീവിച്ചിരുന്നൊരു പട്ടാളക്കാരൻ. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഹൈപ്പ് ഓപ്ഷനും കൂടി ഒന്ന് ഓപ്റ്റ് ചെയ്യണേ. മരിച്ചു കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിക്ക് കാവലിരിക്കുന്ന ആ പട്ടാളക്കാരൻ ആരാണ്? ആ പട്ടാളക്കാരൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ബാബ ഹർഭജൻ സിംഗ്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് പോലെ സോൾജർ ഈസ് ഓൺ ഡ്യൂട്ടി ഈവൻ ആഫ്റ്റർ ഹിസ് ഡെത്ത്. ശ്രീ ഹർഭജൻ സിംഗ് 1946 ഓഗസ്റ്റ് 30 ജനിച്ചത്. അദ്ദേഹം 1965 ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. 1968 ഒക്ടോബറിൽ സിക്കിമിലെ ഡ്യൂട്ടിക്കിടെ നാഥ്ല പാസ് എന്ന പ്രദേശത്ത് വെച്ച് അദ്ദേഹം ഒരു മലവെള്ളപ്പാച്ചിൽ വീണ് മരണപ്പെട്ടു. മരിച്ചു കഴിഞ്ഞിട്ടും ആർക്കും അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സഹപ്രവർത്തകരിൽ ഒരാളുടെ സ്വപ്നത്തിൽ അദ്ദേഹം വരികയും ഇന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ഉണ്ട് എന്നും അവിടെ കുഴിച്ചു നോക്കിയാൽ ബോഡി കിട്ടുമെന്നും അദ്ദേഹം വന്ന് പറഞ്ഞു.
അപ്പോൾ സോൾജേഴ്സ് എല്ലാവരും പോയിട്ട് അവിടെ തിരയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബോഡി അവിടുന്ന് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഓരോ പട്ടാൾക്കാർക്കും ഹർഭജൻ സിംഗ് സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അപകടങ്ങളെയും ശത്രുക്കളുടെ നീക്കത്തെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി പറയാൻ തുടങ്ങി. അതെല്ലാം പതുക്കെ പതുക്കെ സത്യമാവാൻ തുടങ്ങി. കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇന്നും അതിർത്തി കാക്കുന്നു എന്ന വിശ്വാസം ശക്തമായി. അതോടുകൂടിയാണ് അദ്ദേഹം ബാബ ഹർഭജൻ സിംഗ് അല്ലെങ്കിൽ സോൾജർ ബാബ എന്ന പേരിൽ അറിയപ്പെടാനും അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരു അമ്പലം പണിയുകയും ചെയ്തത്. സിക്കിമിലെ നാഥുല പാസിലുള്ള ആ അമ്പലത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന യൂണിഫോമുകൾ, ഷർട്ട്, ഷൂസ്, അദ്ദേഹത്തിൻ്റെ കിടക്ക, ബെഡ്ഷീറ്റ്, അങ്ങനെ അദ്ദേഹം ഡ്യൂട്ടി കാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്. അതുപോലെ ദിവസവും ഈ ബെഡ്ഷീറ്റ് വൃത്തിയാക്കി വിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്കും അത് ചുളിഞ്ഞിട്ടുണ്ടാവും. അവിടെ അദ്ദേഹം വന്ന് കിടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മരിച്ചു കഴിഞ്ഞിട്ടും തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം കാരണം ഇപ്പോഴും അതിർത്തിയിൽ കാവൽ നിൽക്കുന്നു എന്ന വിശ്വാസം ശക്തമായതിനു ശേഷം അദ്ദേഹത്തിന് പട്ടാളക്കാർ പ്രൊമോഷൻ കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് പതിവ് പോലെ എല്ലാ പട്ടാളക്കാർക്കും കിട്ടുന്ന എല്ലാ പരിഗണനയും കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ 2 മാസത്തെ അവധിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എല്ലാ ബഹുമതികളോടുകൂടി ഇവിടെയുള്ള പെട്ടിയും മറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് 2 മാസത്തെ അവധിക്ക് വീട്ടിലേക്ക് പറഞ്ഞുവിടും. ആ അവധി കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി തുടരും. അങ്ങനെ ഈ അമ്പലം വളരെയധികം പ്രശസ്തമായതോടുകൂടി സാധാരണക്കാരും മറ്റ് സഞ്ചാരികളൊക്കെ പതിവായി ഇവിടെ വന്നു തുടങ്ങി. നമുക്ക് സാധാരണക്കാർക്കും എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കടലാസിൽ എഴുതിയിട്ട് അവിടെയുള്ള ഒരാളുടെ കയ്യിൽ കൊടുത്താൽ മതി. അതായത് അവിടെ ഡ്യൂട്ടി നോക്കുന്ന പട്ടാളക്കാരൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ആ പട്ടാളക്കാരൻ ബാബയുടെ കയ്യിൽ ആ കത്തെത്തിക്കുകയും നമ്മുടെ ആഗ്രഹം നടക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇവിടെയുള്ള എല്ലാവരും പൂജാരികളും എല്ലാവരും പട്ടാളക്കാരാണ്. അവിടെ എത്തിയപ്പോൾ എന്നെ ഒരു വല്ലാത്തൊരു എനർജി വലയം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഒപ്പം ഇപ്പോഴും നമുക്ക് വേണ്ടി അതിർത്തി കാക്കുന്ന ആ പട്ടാളക്കാരനെ ഓർത്ത് കണ്ണു നിറഞ്ഞു ഒരു നിമിഷത്തേക്ക്. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇടർന്നതുപോലെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു. ഇവിടെ അദ്ദേഹത്തിന് 2 അമ്പലങ്ങളുണ്ട്. പഴയ അമ്പലത്തിലാണ് യൂണിഫോമും മറ്റ് സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. പഴയ അമ്പലം അതിർത്തിയുടെ തൊട്ടടുത്താണ്. ഒരുപാട് ദൂരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ തൊട്ട് പിറകെ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഐസ് മലകളുണ്ട്. ഇവിടെ നിന്നുള്ള പ്രസാദമൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടാണ് ഈ പഴയ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങിയത്. ഇവിടെ പഞ്ചാബീസാണ് ഈ പട്ടാളക്കാർ തന്നെയാണ് പൂജയൊക്കെ നടത്തുന്നത്. ഇവിടുത്തെ പ്രസാദമാണ് ഇത്. ഇതും കഴിച്ച് ഈ പഴയ അമ്പലത്തിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടി പണിത പുതിയ അമ്പലത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രത്തിൽ ചില പേരുകൾ ഒരിക്കലും മായുന്നില്ല. അത്തരത്തിൽ ഇന്നും അതിർത്തിയിലെ കാറ്റിൽ മുഴങ്ങുന്ന ഒരു പേരാണ് ബാബ ഹർഭജൻ സിംഗ് എന്ന സോൾജർ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇവിടെ വീശുന്ന കാറ്റിൻ്റെ ഇടയിലെവിടെയോ, ഈ മൂടൽമഞ്ഞിൻ്റെ ഇടയിലെവിടെയോ, ഈ തടാകത്തിൻ്റെ കീഴെ എവിടെയോ അദ്ദേഹം നമുക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണ്. ആർക്കും മരണത്തിന് പോലും അദ്ദേഹത്തെ അതിർത്തിയിൽ നിന്നും അകറ്റാൻ പറ്റില്ല എന്നതിന് തെളിവായി ചില അടയാളങ്ങൾ എന്നും അദ്ദേഹം നൽകി വരുന്നു. ഇത് വെറും ഒരു കഥയാണോ അതോ ഒരു സൈനികൻ്റെ അമരമായ ആത്മാവിൻ്റെ സാന്നിധ്യമാണോ എന്നൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു ജവാന്റെ ത്യാഗം ഇന്നും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ പുതിയ ടെമ്പിള്. ഇവിടെയും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇവിടുന്നും അതുപോലെ പ്രസാദം കഴിച്ച് ആ പ്രസാദം നമ്മൾ കുറച്ച് അവിടെ വെച്ചിട്ട് ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. മഞ്ഞു മൂടിയ നാഥുല പാസിൽ അതിർത്തിയിലെ ഓരോ കാവൽ പോസ്റ്റിലും ഇന്ത്യയുടെ പതാക അഭിമാനത്തോടെ പാറുന്ന ഓരോ നിമിഷത്തിലും ബാബ ഹർഭജൻ സിംഗിൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സത്യമാണ്. ഒരു സൈനികൻ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകുമ്പോൾ അദ്ദേഹം മരിക്കുന്നില്ല, അദ്ദേഹം രാജ്യത്തിൻ്റെ ആത്മാവായി മാറുന്നു. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഞാനൊരു സ്ഥലം സന്ദർശിച്ചു എന്ന തോന്നലല്ല, ഒരു സൈനികൻ്റെ ത്യാഗത്തിന് മുന്നിൽ തലകുനിച്ചു എന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത്. ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുന്നത് കുറച്ച് വീഡിയോ ക്ലിപ്സ് മാത്രമല്ല, രാജ്യസ്നേഹത്തിൻ്റെ ഒരു വികാരവും നമ്മുടെ പട്ടാളക്കാരോടുള്ള അളവറ്റ ആദരവുമാണ്. എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അതിർത്തിയിൽ ഒരു പർവ്വതം പോലെ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ബാബ ഹർഭജൻ സിംഗ് എന്ന സോൾജറിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മ എന്നും എൻ്റെ ഹൃദയത്തിൽ ജീവിക്കും. നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ സന്ദർശിക്കുക. താങ്ക് യു.